proud to be an proud to be an I am proud to be an Aaron. Hi Afifa. Hello. How was today's interview? This interview was particularly very helpful. Okay, so you feel more confident now to attend the real world interview? Yes, I'm more confident now. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി നന്നായിട്ട് സോ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്തത്? എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക്സ് ഒക്കെ നല്ല ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ഹോസ്പിറ്റലിനോട് ഒരു ക്രേസ് ഉള്ള ഒരാളാണ് വർക്ക്സിനോടൊക്കെ. സോ നമുക്ക് ചെറിയൊരു കുറച്ച് കാലയളവിലൂടെ നമുക്കൊരു ജോബ് കിട്ടാറുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. സോ ഐ വിൽ ചൂസ് ദിസ്. ഒരുപാട് ജോലി സാധ്യതയുള്ളൊരു മേഖലയാണല്ലോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ആ ഒരു ഫീൽഡ്. ജോബ് ഓപ്പർച്യൂണിറ്റി, കുറേ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം കൊണ്ടാണ് ചൂസ് ചെയ്തത്. ഡിഗ്രി ഏതായിരുന്നു? ഇംഗ്ലീഷിലെ. സോ ഇംഗ്ലീഷിന് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ കോഴ്സ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു? ബുദ്ധിമുട്ട് ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സയൻസായിട്ട് തീരെ ടച്ചില്ല. അതുകൊണ്ട് ഫസ്റ്റ് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് എല്ലാം പിന്നെ മനസ്സിലാക്കി തരും. അതുകൊണ്ട് അടിപൊളിയായിട്ട്. സോ വൈ ഡിഡ് യു ചൂസ് ആരോൺ അക്കാഡമി? ആരോൺ അക്കാഡമി എൻ്റെ സിസ്റ്റർ ഇവിടെ മെഡിക്കൽ കോഡിങ്ങിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതൊരു കരിയറായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നോട് അന്വേഷിച്ചപ്പം ആരോൺ അക്കാഡമി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ സിസ്റ്റർ എന്നെ പറയായിരുന്നു മെഡിക്കൽ കോഡിങ്ങിന് പഠിക്കുന്ന സമയത്ത് നല്ല അക്കാഡമിയാണ്, എല്ലാം കൊണ്ടും നല്ല ഇതാണ്, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പം ഞാൻ ആരോൺ അക്കാഡമി ആണ്. ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഓൺലൈനിൽ തന്നെ നോക്കിയപ്പോൾ ആരോണിനെ കൊണ്ടാണ് നല്ല അഭിപ്രായം കണ്ടത്. അപ്പോൾ ആരോണിനെ ചൂസ് ചെയ്യും. നമ്മൾ ഗൂഗിൾ നോക്കിയാലും നമ്പർ 1 കണ്ടതും ഫസ്റ്റ് വന്ന പ്രയോറിറ്റി ഇതാണ്. എനിക്ക് അന്വേഷിക്കാൻ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ആൾക്കാരോട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് എന്തുകൊണ്ട് ബെസ്റ്റ് ആരോണായിട്ട് തോന്നി അങ്ങോട്ട്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ ഡിഫറെൻറ്റ് ട്രെയിനിങ്സ്, എക്സ്ട്രാ കരിക്കുലർ ട്രെയിനിങ്സ് ആരോൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊക്കെയാണ് അറ്റൻഡ് ചെയ്തത്? ഫസ്റ്റ് BLS ട്രെയിനിങ്, പിന്നെ സെൽഫ് ഡിഫെൻസ് ക്ലാസ്. അതിനൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നോ? നല്ല നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. നമുക്ക് പേഴ്സണലായിട്ടും ഇപ്പോൾ ലൈഫിൽ എന്താ പറയുക, ലൈഫിലായാലും നമുക്കിനി ജോബ് കരിയറിലായാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ട്രെയിനിങ് ആയിരുന്നു. BLS നമ്മൾ കേട്ടിട്ടുള്ളൂ, അതിനൊപ്പം നമ്മൾ ഡയറക്റ്റ് കണ്ടു. അതുകൊണ്ട് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടി. പിന്നെ സെൽഫ് ഡിഫെൻസും നമുക്കൊന്നും എന്താ പറയുക ഇമ്പ്രൂവ് ആകാൻ പറ്റി. ആരോണിന്റെ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ പേഴ്സണൽ ഡെവലപ്മെന്റ്സ്, പേഴ്സണൽ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ കുറേ കാര്യത്തിൽ റൂം ചെയ്തിട്ടില്ല. എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മിസ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ശിവ മിസ് ആയിക്കോട്ടെ, ഹാന മിസ് ആയിക്കോട്ടെ, ഹിബ മിസ്സൊക്കെ നല്ല നമുക്ക് നല്ല ഒരു മോട്ടിവേഷൻ ഒക്കെ തരും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കുറച്ചൊരു ഡെവലപ്ഡ് ആയി. സോ ഹൗ വാസ് ആരോണിന്റെ എക്സ്പീരിയൻസ്? നല്ല കോഴ്സാണ്, എനിക്കിഷ്ടമായി. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട്. നല്ല അടിപൊളിയാണ്, ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. മിസ്സുമാരായാലും നമുക്ക് നല്ല എന്താ പറയുക, നമുക്ക് മനസ്സിലായില്ലെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും മാർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണെന്നൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ എക്സാം ആയാലും എല്ലാം എന്തെങ്കിലും ചെയ്തിട്ട് തരും. അപ്പം ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തത്? അതുപോലെ ഇപ്പം ഫാമിലി എങ്ങനെയാണ്? എൻ്റെ ഉമ്മ മാത്രമേ ഇതിന് സപ്പോർട്ടായിട്ടില്ല. കുട്ടിയെ സപ്പോർട്ടാണ്. ഷൂട്ടിന് വലിയൊരു ലൈക്ക് ഇല്ലേനോ, ജോലിക്ക് കിട്ടുമോ, ഇപ്പോൾ പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിലോ, പഠിക്കുന്ന വെറുതെ ആയി പോകും. ഞാൻ പറയുന്നത് അത് നമ്മളെ കഴിവ് പോലെയാണ്. പഠിക്കുന്നത് നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടാനും പിന്നെ നമ്മുടെ ഫീൽഡ് ആയതുകൊണ്ട് എപ്പോഴും എവിടെയും നമുക്ക് ജോലി നമുക്ക് കിട്ടും. സോ ഇന്നത്തെ മോക്ക് ഇന്റർവ്യൂക്ക് വേണ്ടി നിങ്ങൾക്ക് ഡിഫറെന്റ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് തോന്നി? നന്നായിട്ട് ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. നോക്കുകയാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഇതുവരെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി എന്തെല്ലാം ഇമ്പ്രൂവ് ആക്കേണ്ടത് എല്ലാം മനസ്സിലായി. ടീച്ചേഴ്സും സാറൊക്കെ നല്ല ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു കോൺഫിഡൻസ് കുറവ് ഫസ്റ്റ് ഓഫ് ഓൾ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പേടിയും എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇന്റർവ്യൂ അടിപൊളിയാക്കും. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.